ഇരട്ടി ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ്. അപ്പം ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ച മുഴുവൻ വോട്ടർമാരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്ദി പറയുകയാണ്. പിന്നിൽ പ്രവർത്തിച്ച അധ്വാനിച്ച നിരവധി ആളുകളുണ്ട്. UDF-ന്റെയും RMയുടെയും നേതാക്കന്മാരായി ഇരുവശവും നിൽക്കുന്ന ആളുകളൊക്കെ വലിയ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ട് നേടിയ വിജയമാണ്. എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ വിജയം തീർച്ചയായിട്ടും ഇതൊരു ചരിത്രമാണ്. ഇന്നത്തെ ദിവസം മെയ് 4 സഖാവ് TP ചന്ദ്രശേഖരന്റെ 14ാമത് രക്തസാക്ഷി ദിനമാണ്. ആ ദിവസം ഞങ്ങൾ പറഞ്ഞതാണ് അതൊരു ചരിത്രമായി മാറുമെന്നത്. ഒരു കാവ്യനീതി പോലെ അത് വന്നു, യാദൃശ്ചികമായിട്ട് ഈ ദിവസം വന്നു. പക്ഷേ അത് കേരളത്തിലെ ജനം കൊടുത്ത ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ്. ഈ പിണറായിസത്തിന്, കേരളത്തിലെ ഈ അധികാര രാഷ്ട്രീയത്തിന്, ഈ കൊലപാതക രാഷ്ട്രീയത്തിന്, എതിർ ശബ്ദങ്ങളെ കൊന്നൊടുക്കുന്ന ഇതിനെതിരെ കൂടി ജനം വിധിയെഴുതിയിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ശക്തമായ ജനവിരുദ്ധ വികാരം കേരളത്തിൽ മുഴുവൻ ഉണ്ടായി. അന്ന് രാവിലെ മുതൽ വോട്ട് ചെയ്യുന്ന ദിവസം രാവിലെ മുതൽക്കുണ്ടായിരുന്ന ക്യൂ, ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്, ഈ ക്യൂ എന്ന് പറയുന്നത് പിണറായിക്കെതിരെ, പിണറായി ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി ജനം ക്യൂ നിൽക്കുകയാണ് എന്നുള്ളത്. അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. വലിയ ഒരു വിജയമാണ് ഉണ്ടായത്. ഫേസ്ബുക്ക് പോസ്റ്റിലും വൈകാരികമാണ് തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ ദിവസം അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ദിവസം ഇത് ചന്ദ്രശേഖരൻ കാണുന്നുണ്ട്. ചന്ദ്രശേഖരനെ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ദിവസം.